നമസ്കാരം. കേരളം ഏറ്റെടുത്ത ആ വൈറൽ ഗാനത്തിന് പിന്നിൽ സംഭവിച്ചത് എന്ത്? പോറ്റിയെ കേറ്റി എന്ന ഗാനത്തിന് ബദലായിരുന്നുവോ ആ ഗാനം? അത് പാടിയത് ആരൊക്കെയാണ്? കേരള രാഷ്ട്രീയത്തിൽ ആ പാട്ടിന് എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു? കേരളം മുഴുവൻ പാടിയ ആ പാട്ടിന്റെ പാട്ടുകാരോ മരുഭൂമിയിൽ. ആ പാട്ടുകൂട്ടത്തിന്റെ നടുവിൽ അതിന്റെ പ്രധാന ഗായകൻ പാടുമ്പോൾ ഒരുപക്ഷെ അന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ കേരളം ഈ പാട്ട് ഏറ്റെടുത്ത് പാടുമെന്ന്. ആ വൈറൽ ഗാനത്തിന്റെ കഥയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അല്പനേരം ആ പാട്ടുകാരനുമൊത്ത് നമുക്ക് വർത്തമാനം പറയാം. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ. നമ്മുടെ സന്ദീപ് ചങ്ങനാശ്ശേരി ഇന്ന് വളരെ വൈറലായ ഫേമസ് ആയ ഒരു ഗാനം പാടിയ സന്ദീപ്, എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗോവിന്ദൻ മാഷ് പോലും പ്രശംസിച്ച, അദ്ദേഹം അങ്ങനെയൊന്നും ആർക്കും വേണ്ടി പ്രശംസിക്കാറില്ല, അങ്ങനെ പ്രശംസിച്ച ഒരു ഗായകൻ. എന്തായിരുന്നു ആ സാഹചര്യം? സാഹചര്യം എന്നത് അതൊരു കലാകുവൈറ്റ് എന്ന് പറയുന്ന ഇടതുപക്ഷ കലാ സംഘടനയായ, ഇടതുപക്ഷ പുരോഗമന കലാ സംഘടനയായ കലാകുവൈറ്റിന്റെ പ്രവർത്തകൻ തന്നെയായ സെബിൻ ആന്റണി എഴുതി കലയുടെ പ്രവർത്തകർ തന്നെ ഈണം നൽകി പാടി അവതരിപ്പിച്ച ഒരു പാട്ടാണത്. അത് ഈ ഒരു 2026 ഇലക്ഷനോട് അനുബന്ധിച്ച് ഒരു പ്രചരണ ഗാനം എന്നുള്ള നിലയിൽ കലയുടെ പ്രവർത്തകർ ആലോചിക്കുകയും അതിൽ നിന്നാണ് ഈ പാട്ട് രൂപാന്തരപ്പെടുന്നത്. പിന്നീട് അത് എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഒരു പ്രചരണ ഗാനം എന്ന രീതിയിലാണ് ഇവര് അത് ഉണ്ടാക്കിയത്. അതേസമയം അത് ഇത്രയും വൈറലാകാനുണ്ടായ ഒരു സാഹചര്യം, അത് എഴുത്തുകൊണ്ടാണോ, അതല്ലെങ്കിൽ സന്ദീപിന്റെ ശബ്ദ സൗകുമാര്യം കൊണ്ടാണോ, അതല്ല ഈ കലയുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഘടന ഏറ്റെടുത്തുകൊണ്ടാണോ ഇത്രയും വൈറലായത്? ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു സാറേ, ഏറ്റവും ഒരു മനുഷ്യനോട് നിങ്ങൾ ഏറ്റവും അവസാനം കണ്ട വീഡിയോ ഏതാ മനസ്സിലുള്ളതെന്ന് ചോദിച്ചാൽ ഏറ്റവും നമ്മൾ സന്തോഷിപ്പിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലേക്ക് ക്യാച്ച് ചെയ്തൊരു വീഡിയോ ആണ് മനസ്സിലേക്ക് വരും. അങ്ങനെ ഞാൻ കണ്ട വീഡിയോ എന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞ് നമ്മുടെ നാട്ടില് മത്താപ്പൂ കമ്പിത്തിരി എന്നൊക്കെ പറയുന്ന പോലെ കമ്പിത്തിരിയുമായിട്ട് വിഷുവിന്റെ ആഘോഷമായിട്ട് പിന്നെ പൂത്തിരി കത്തിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ ആ കുഞ്ഞ് പാടുന്ന പാട്ട് ഈ വയനാട് ഫണ്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ്. ഇടതുപക്ഷം ഒരുപക്ഷെ ഏറെ പ്രതിരോധത്തിൽ നിന്ന് സ്വാമിയെ ആ പോറ്റിയെ കയറ്റിയത് ആരാണെന്നുള്ള പാട്ടിന് പ്രതിരോധം തീർക്കാൻ ഒരു പാട്ടില്ലാതിരുന്ന കാലത്താണ് പാട്ടുമായിട്ട് ഒരു ചൂട്ട് കെട്ടിയ ഒരാൾ ഇവിടുന്ന് അല്ലെങ്കിൽ ഒരു കൂട്ടം ഇവിടുന്ന് ചെല്ലുന്നത്. അപ്പൊ ആ പാട്ടാണ് ഇന്ന് കേരളം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും മനസ്സിലേക്ക് ആ ഈണവും ആ താളവും ഒക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട്. സന്ദീപ് അത്രയും വലിയൊരു പാട്ട് പാടുമ്പോൾ ഒരു പക്ഷെ ഇതിങ്ങനെ വൈറലാവുമെന്നോ അല്ലെ ഇതിങ്ങനെ എത്തിച്ചേരുമെന്നോ പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല, അങ്ങനെ ഒരു പ്രതീക്ഷ മനസ്സിലില്ലായിരുന്നു. പക്ഷെ വയനാട് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ ഒരു അഴിമതി അത് തുറന്നു കാണിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമായിരുന്നു ആ പാട്ടിന് ഉണ്ടായിരുന്നത്. പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ്സുകാരെ ഇടതുപക്ഷത്തിനെതിരായിട്ട് ഇറക്കിയ ആ ഒരു പോറ്റിയെ കയറ്റി എന്നുള്ളൊരു പാട്ടിന് ബദലായിട്ടൊരു പാട്ട് ഇതുവരെ വന്നിരുന്നില്ല. അത് എന്തോ ഇതിന്റെ വരികളും ആ പാടിയ അത്രയും കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണ്. അത് പാടിയ ഒരു ശൈലിയും എല്ലാം കൂടെ ഈ കോൺഗ്രസിനെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയ ഒരു പാട്ടായി അത് മാറി. അപ്പൊ അത് മാറുമ്പോൾ അത് ഏറ്റെടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? അതായത് ഇവിടെ ഒരു ചെറിയ ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ ചെറുതായിട്ട് ഉണ്ടാക്കി തട്ടിക്കൂട്ടിയ ഒരു പാട്ട്, അപ്പോ അതിന്റെ ആ ചിത്രീകരണത്തിലോ മറ്റൊന്നും തന്നെ അത്ര വലിയ ഒരു കാച്ചിങ് ആയിട്ടുള്ള ഒന്നും തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. മറിച്ച് അതിങ്ങനെ മാറി 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 സ്ഫുടം ചെയ്ത് മറ്റൊരു രീതിയിലേക്ക് വരികയും അത് ഇടതുപക്ഷ പ്രസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തപ്പോഴാണ് അത് വലിയൊരു വൈറലായി. സാറ് പറഞ്ഞത് ഒരു കാര്യമുണ്ട്, സാറ് പറഞ്ഞതെല്ലാം പൂർണ്ണമായും ശരിയാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഒരു ശബ്ദം വേറിട്ട ശബ്ദമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സന്ദീപമായിട്ട് ഇന്നിരിക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകര് ചിന്തിക്കുന്ന പോലെ കൗമുദിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ പക്ഷമില്ല. നമ്മള് ജനം ഏറ്റെടുത്ത അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ആസ്വദിച്ച ഒരു പാട്ടിനെയും അതിന്റെ പാട്ടുകാരനെയും ആ പാടിയ ആളിനെയും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കൗമുദി. അതുകൊണ്ട് നമുക്ക് ആ പാട്ടിന്റെ പിന്നിലെ രാഷ്ട്രീയമോ അത് കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ടതില്ല. മറിച്ച് ആ പാട്ടിന്റെ പിന്നിലെ ശബ്ദം അത് വെറും ഒരു പാട്ടുകാരനല്ല, കുവൈറ്റിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു നാടൻ പാട്ടുകാരനാണ്. കലാഭവമണി ഫൗണ്ടേഷൻ ഓടപ്പഴം അവാർഡ് കിട്ടിയ നാടൻ പാട്ടുകാരനാണ് സന്ദീപ്. ഈ ഓടപ്പഴം
പോലൊരു പെണ്ണിനെ ആ ഒരു പാട്ടിൽ നിന്നാണല്ലോ ഈ ഓടപ്പഴം അവാർഡ് രൂപപ്പെടുന്നത്. എങ്ങനെയാണ് ആ ഒരു ഓടപ്പഴം അവാർഡ് ലഭിക്കാനുണ്ടായ സാഹചര്യം? ഞാൻ കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് നാടൻപാട്ട് രംഗത്ത് നാട്ടിലും കുവൈറ്റിലും നാടൻപാട്ട് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ നാടൻ കലാരൂപങ്ങൾ പ്രചരിപ്പിക്കുക, നാടൻ പാട്ടുകൾ പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇത്രയും ഒരു 16 വർഷക്കാലം എന്റെ ജീവിതം മാറ്റിവെച്ചത്. അപ്പം ഇതുവരെ അങ്ങനെ ഒരു പുരസ്കാരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. പക്ഷെ എന്റെ പ്രവർത്തനം കണ്ടു മനസ്സിലാക്കിയാണ് ആ ഒരു കലാഭവൻ മണി ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു പുരസ്കാരം നൽകി ആദരിച്ചത്. ഈ കലാഭവൻ മണി പുരസ്കാരം ലഭിക്കുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചിട്ടില്ല. പക്ഷേ യൂണിവേഴ്സിറ്റി സ്കൂൾ തലത്തിലൊക്കെ ഉള്ള ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്ത് അങ്ങനെ ഒരു അവാർഡ് പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് മത്സരവേദികളിൽ നിന്ന് കിട്ടുന്നതായാലും പുറമേയുള്ള അംഗീകാരങ്ങളായാലും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം, വലിയ അംഗീകാരം. അപ്പൊ നമുക്ക് സന്ദീപിന്റെ പാട്ടൊക്കെ പറയുന്നെങ്കിലും പാട്ടും പറച്ചിലുമാണ് നമ്മുടെ ഈ വർത്തമാനത്തിന്റെ ലക്ഷ്യം തന്നെ. ഒരു രണ്ടുപേരി പാട്ട് കേട്ടിട്ട് ആദ്യം നമ്മുടെ ഈ വൈറൽ ഗാനം തന്നെ ഒന്ന് കേൾക്കാം, അത് കഴിഞ്ഞ് ഒരു നാടൻ പാട്ടിന്റെ രണ്ടുപേരും കേൾക്കണം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ രണ്ടുപേരും പാടാം നമുക്ക് പ്രേക്ഷകർക്കായിട്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സന്ദീപ് ഒരു പാട്ട് ഇപ്പൊ പാടും, ഈ വൈറലായിട്ടുള്ള ഗാനം. 33 കോടി ഫണ്ടുകളെല്ലാം പറ്റിച്ചെടുത്തൊരു കോൺഗ്രസ് ഇതാണ്, വയനാട്ടിലെ വീടിന എന്ന് പറഞ്ഞ് പറ്റിച്ചെടുത്തൊരു പൈസ ഇതല്ലേ, പണ്ട് വീടെ കോൺഗ്രസേ നിങ്ങൾ പിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ, ഓ തയ്യാറത്താരാം, പണ്ട് വീടെ കോൺഗ്രസേ നിങ്ങൾ പിരിച്ചതല്ലേ, ഞങ്ങൾ മറന്നെന്നു വിചാരിക്കല്ലേ, ഓ തയ്യാറത്താരാ. ഇതിനൊരു പ്രധാന വിഷയം എന്താ അറിയോ? ഈ ഫണ്ട് നല്ല രീതിയിൽ ഫണ്ട് കളക്ഷൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പാവപ്പെട്ട ആളുകൾ വളരെ കഷ്ടപ്പെട്ട നിലമ്പൂര് ആ വെള്ളപ്പൊക്കവും അതുമായി ജനങ്ങൾ വല്ലാതെ ദുരിതത്തിൽ പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മഴ കേരളത്തെ വല്ലാതെ ബാധിക്കുന്നു, പ്രകൃതി ദുരന്തം വല്ലാതെ ബാധിക്കുന്നു. കേരളീയര് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ നിരന്തരം അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല രീതിയിൽ. അതുപോലെ തന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ലോകം മാറി മറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രമുഖമായ സ്ഥാനം വഹിക്കുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പിരിച്ചെടുത്ത പണം എവിടെ പോയി എന്ന ഒരു അന്വേഷണമാണ് ഈ പാട്ടിന്റെ പിറകിലുണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വല്ലാതെ അവസ്ഥയിൽ നിലനിർത്തിയിരുന്ന ശബരിമലയിൽ നിന്നും ഈ ആളുകളെ മാറ്റിയെടുക്കുവാൻ ഈ പാട്ട് സാഹചര്യം ഉണ്ടാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ പകരത്തിന് പകരമുള്ളൊരു പാട്ട് തന്നെയായിരുന്നു അത്. അസാധ്യമായ ശബ്ദത്തിൽ അത്രയും കൂട്ടപ്പാട്ടുകാരുടെ ഇടയിൽ നിന്ന് ഒരു വേറിട്ട ശബ്ദം ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്നു കയറുന്നില്ല. പാടാൻ അറിയാത്തവർക്കും പാടാൻ കൊതിക്കുന്ന രീതിയിൽ ആ പാട്ട് ചെന്നിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു വിജയം. അപ്പൊ സ്വാഭാവികമായിട്ടും നാടൻ പാട്ടെന്ന് പറയുന്ന ഒരു കല, അതായത് ഗതകാല ചോരുകളിൽ കിടക്കുന്ന അതിന്റെ ചൂടും ചൂരും വർത്തമാനകാലത്തിന്റെ ഹൃദയത്തിലേക്ക് വിക്ഷേപിക്കുക എന്നുള്ളതാണ് ഓരോ നാടൻ പാട്ട് കലാകാരന്മാരും ചെയ്യുന്ന അവരുടെ പ്രവർത്തനത്തിന് രീതി എന്ന്. അതുകൊണ്ട് തന്നെയാണ് ആ നാടൻ പാട്ടിന്റെ ഉള്ള് അറിഞ്ഞ് അത് ഉപവസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ നിലയ്ക്ക് ആ പാട്ടിനെ വിജയത്തിലെത്തിക്കാൻ സന്ദീപിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോ മണിക്ക് പകരം വെക്കാനായിട്ട് മറ്റൊരു മണി ഉണ്ടായിട്ടില്ല. ആ ഒരു മറ്റൊരു മണി എന്ന രീതിയിൽ സന്ദീപ് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, മണി എന്ന് പറയുന്ന നാടൻ പാട്ടുകാരൻ, മണി എന്ന് പറയുന്ന സിനിമാക്കാരൻ, മണി എന്ന് പറയുന്ന എല്ലാ സർവകലാവല്ലഭൻ, ജനപ്രിയ ആ രീതിയിലേക്ക് സന്ദീപിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതൊരു അസാധ്യ കലാകാരനാണ്, ഒരു അതുല്യ പ്രതിഭയാണ്. അതിന്റെ ഒന്നും അടുത്ത് നിൽക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ പ്രാപ്തി ഇല്ല. പക്ഷെ എന്നാൽ പോലും നമുക്കത് ചിന്തിക്കാനൊക്കെ പറ്റുന്ന ഉപരിയാണ് മണിച്ചേട്ടന്റെ കഴിവുകൾ. മണിച്ചേട്ടനെ ലോകജനത ഏറ്റെടുത്താണ്. പക്ഷെ നമ്മളൊരു ചെറിയൊരു കലാകാരൻ എന്നുള്ള നിലയിൽ എപ്പോഴും എല്ലാ കലാകാരന്മാരും ആഗ്രഹിക്കുന്ന പോലെ തന്നെ കലാമേഖലയിൽ നല്ലൊരു പാട്ടുകാരനായി പ്രശോഭിച്ച് നിൽക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. നാടൻ പാട്ട് കലാകാരന്മാരെ ആദരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു യാത്രയ്ക്ക് കൊടുക്കുന്ന അംഗീകാരമാണ് ഈ ഓടപ്പഴം അവാർഡ് എന്ന് പറയുന്നത്. കലാമണി ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. അപ്പൊ അത്തരം നാടൻ പാട്ട് അതിനെ ഉപവസിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് ജീവിക്കുന്ന നല്ല കലാകാരന്മാർക്ക് എല്ലാവർക്കും അങ്ങനെ കിട്ടാറില്ല. അത് കിട്ടുന്നതിൽ വളരെ റേഞ്ചുള്ള കലാകാരന്മാർക്കാണ് അങ്ങനെ കിട്ടുന്നത്. അപ്പൊ അത്തരം അവാർഡ് നേടിയ സന്ദീപ് വളരെ ഭാഗ്യമുള്ള ഒരാളെന്ന് നിലയ്ക്കാൻ ഞാൻ കരുതുന്നു. മാത്രമല്ല തെക്കൻ കേരളത്തിന്റെ ഒരു മുഖമാണ് PS ബാനർജി.
നാടൻപാട്ട് എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ ഒരു പക്ഷേ എന്റെ ഒരു 20 വർഷം 25 വർഷം പുറകോട്ട് ചിന്തിച്ചാൽ ആ നാടൻപാട്ടിനെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയും അതിലൂടെ തന്റെ രാഷ്ട്രീയവും തന്റെ ജീവിതവും ഇതാണെന്ന് തെളിയിക്കുകയും ചെയ്ത ഒരു കലാകാരനാണ് PS ബാനർജി. അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു പിന്മുറക്കാരനായിട്ടാണ് ഞാനൊരു പക്ഷേ സന്ദീപിനെ കാണുന്നത് തന്നെ. അങ്ങനെ കലാഭമണിക്ക് ശേഷം എന്ന് പറയുമ്പോഴും PS ബാനർജിയുടെ പിന്മുറക്കാരൻ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു മുഖമുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ബാനർജിയുടെ പാട്ടുകൾ ഇപ്പോഴും എല്ലാ മനുഷ്യന്റെ മനസ്സിലും ഉള്ളതാണ്. അത്ര ഒരു പാട്ട് 2 വരി മൂളിയാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. തീർച്ചയായിട്ടും ബാനർജിയണം പാടി ജനങ്ങൾ ഏറ്റെടുത്ത അല്ലെങ്കിൽ ലോകം ഏറ്റെടുത്ത ഒരു പാട്ടാണ് അത്. ഒരുപാട് ഫോക്ക് ബാൻഡുകൾ വരെ ഏറ്റെടുത്തൊരു പാട്ടാണ് താരകപ്പെണ്ണാൾ എന്നുള്ള പാട്ട്. ആ പാട്ടിന്റെ ഒരു 2 വരി നമുക്ക് പാടാം. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാറിൻ കോര പറിച്ചാട്ടെ. താരകപ്പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുന്നേ കരിങ്കാറിൻ കോര പറിച്ചാട്ടെ. തകതക താത്തിനുന്തകത്തെയ്താര തകതിനുന്തകത്തെയ്താര താത്തിനുന്തക തകതിനുന്തക താരതിനുന്തകത്തെയ്താര. ഈ നാടൻപാട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു വാമൊഴിയായിട്ടും വരമൊഴിയായിട്ടും മനസ്സുകളിലേക്ക് ചേർക്കപ്പെട്ട സാധനമാണ്. അതിന് വലിയ പാട്ടുകാരാവണമെന്നില്ല. പക്ഷെ നന്നായിട്ട് പാടുന്നവർക്ക് അത് മനസ്സിലേക്ക് വിക്ഷേപിക്കുന്നതിന് ഭയങ്കര കരുത്തു പകരുകയും ചെയ്യും. ഇപ്പൊ ഞാനൊരു പാട്ടുകാരനല്ലെങ്കിൽ പോലും ബാനർജിയുടെ ഒരു പാട്ടിന്റെ വായ്ത്താരിയാണ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്. കാരണം യാത്രകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. അത് നമ്മൾ പറഞ്ഞ ഓരോ മനുഷ്യനും ഓരോ വേർഷനിൽ അവനവന്റെ വേർഷനിലേക്ക് ചേർക്കാൻ കഴിയുന്ന പാട്ടുകളാണ്. അപ്പം ആ ഒരു പാട്ടിന്റെ ഒരു ഈരടി ഒന്ന് കേട്ടാൻ വലിയ സന്തോഷം. ഹരി 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 ദിരിരാരോ ഹരി 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 ദിരിരാരാ. അച്യൂതൻ കൊച്ചു മൂകിൽ വർണ്ണൻ ദേവഗീതന്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ തിത്താര തിമൃതി. അച്യൂതൻ കൊച്ചു മൂകിൽ വർണ്ണൻ ദേവഗീതന്റെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ തിത്താര ഹരി 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 ദിരിരാരോ ഹരി 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 ദിരിരാരാ. ഇതാണ് ആ പാട്ടിന്റെ ഒരു മാസ്മരികത എന്ന് പറയുന്നത്. അതായത് മനുഷ്യന്റെ മനസ്സിനെ കീഴടക്കുകയും അതിനോടൊപ്പം സഞ്ചരിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പാട്ടുകാരന് മാത്രം കഴിയുന്നത്. പാടാൻ അറിയാത്ത, ഇന്നലെ വരെ പാടിയിട്ടില്ലാത്ത, പാട്ടെന്ന് പറഞ്ഞാൽ ഒളിഞ്ഞിരുന്ന് ബാത്റൂമിൽ മാത്രം പാടിക്കൊണ്ടിരുന്ന നമ്മൾ പോലും പാടണമെന്ന് ആഗ്രഹിക്കുന്നത് പാട്ടുകാരൻ കൂടിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നിയൊരു അവിവേകമാണ്. അത് ഒരുപക്ഷെ പ്രേക്ഷകർ ക്ഷമിക്കുമെന്ന് നമുക്ക് കരുതാം. അല്ല, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജിതേഷ് ഇതിനേക്കാളും വലിയൊരു പാട്ടുകാരനാകോ ഇതിന്റെ പ്രചോദനത്തിന്. സന്ദീപിന്റെ കൂടെയുള്ള വാസം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അയാളോടൊപ്പം യാത്ര ചെയ്താൽ പാടാത്തവരും പാടും, പാടാത്ത വീണയും പാടും എന്ന് കേട്ടതുപോലെ തന്നെ അത് ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കാം. എന്തായാലും ഞാനൊരു പാട്ടുകാരനായിട്ട് അവതരിച്ചിട്ടൊന്നും കേരളത്തിൽ പുതിയതൊന്നും സംഭവിക്കാനില്ല. പക്ഷെ സന്ദീപിന്റെ വളർച്ച ഒരുപക്ഷെ നമുക്കെല്ലാം വളരെ ആഗ്രഹമുള്ളതാണ്. ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത്. ഇനി വരാൻ പോകുന്ന പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പൊ ഒരു ഡിവോഷണൽ സോങ് കഴിഞ്ഞ ആഴ്ച പാടി, അത് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അത് പുറത്തിറങ്ങും. പിന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് നാട്ടിൽ നിന്ന്. നാട്ടിലെത്തിയതിനു ശേഷം ഒരു പ്രോജക്ട് പ്ലാൻ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പക്ഷേ സിനിമാ രംഗത്ത് നിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മേഖലയിൽ നിന്ന് സന്ദീപിന് ഒരു പുതിയ സന്ദീപായിട്ട് കാലം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കലാകാരൻ, ആ ശബ്ദ സൗകുമാര്യം തീർച്ചയായിട്ടും കേരളം ഏറ്റെടുക്കണം. അതിനുവേണ്ടി സന്ദീപ് കുറെ കൂടി തന്റെ ശബ്ദത്തെയും അതുപോലെ തന്നെ അതിന്റെ മോഡ്യൂളുകളെ മാറ്റി എടുക്കാൻ പ്രയത്നിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്.